ഒരുപാട് പാഠങ്ങളുണ്ട്. അത് നമ്മൾ മദ്രസയിൽ വന്നാലോ സ്കൂളിൽ വന്നാലോ പഠിക്കുന്ന പാഠങ്ങളല്ല. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ നമ്മുടെ മക്കൾ കാണണം. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ വാപ്പാക്ക് വയ്യാതെ അവിടെ ഇരിക്കണ്ടോ, നമ്മളൊരു സലാം പറഞ്ഞ് കയ്യൊക്കെ കുടിച്ച് അസ്സലാമു അലൈക്കും, ഇപ്പൊ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, ഞാൻ ഒരു 12 മണിയാകുമ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഇപ്പാക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ പകുതി രോഗം അവിടെ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു, പകുതി രോഗം അവിടെ മാറും. മക്കളെന്താ ചെയ്യാറ്? നിങ്ങള് സംഭവം നമ്മളെ പഠിപ്പിച്ചുണ്ടാക്കി നമ്മളെല്ലാ സംവിധാനം നമുക്ക് അവിടെ 10-65 വയസ്സായിട്ട് അവിടെ സുഖമില്ലായിരിക്കണേ. നമ്മൾ ഭാര്യയോട് ഞാൻ പോകട്ടോ, ഞാൻ 12 മണിക്കാ വരുള്ളൂ വാപ്പാനൊരു നോട്ടാ, കാരണം വാപ്പ ചിലപ്പോൾ മൂത്രച്ചിട്ടുണ്ടോ ഇവിടെ ഇവർക്കൊരു നോട്ടം നോക്കിയിട്ട് ഒരൊറ്റ പോക്കാതെ സംഭവം മൊയ്യേരാണെന്നൊന്നും പറഞ്ഞ കാര്യമല്ല. താടിയുണ്ട്, തലകെട്ടുണ്ട്, വലിയ നിങ്ങളുടെ കുപ്പായ കട ഇതൊന്നും നമ്മുടെ ചർച്ചയല്ല. അതൊന്നും അള്ളാടെ മുമ്പ് പോയി പറയാൻ പറ്റൂല. ഇന്ന് മനുഷ്യർ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ എന്താ, നിങ്ങളെ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ 6 മാസമായ കുട്ടിയുടെ അവസ്ഥയിലേക്ക് മടങ്ങും. നോക്കാൻ നിങ്ങള് ആരെ പറയണ നിങ്ങള്? നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ഓർമ്മശക്തി കുറയും. ഇപ്പൊ 6 വയസ്സുള്ള കുട്ടിയുടെ ഓർമ്മശക്തി നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു 1.5 വയസ്സ് 2 വയസ്സിനുള്ളിൽ എവിടെ മൂത്രയിച്ചാലും ഇപ്പൊ നമ്മുടെ കുട്ടികളെ എവിടെ മൂത്രയിച്ചാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. അത് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമ്മുടെ മുസല്ലയിലൊക്കെ ഒന്നും സാധിക്കും, 2 സാധിക്കും. നമ്മളെന്ത് ചെയ്യാം? മുസല്ലൊക്കെ ഉണ്ടാക്കി കഴിയുക, അവിടെ വിളിച്ചത് നമ്മൾ വേറെ മുസല്ല സംസ്കരിക്കും. ഒരാളും നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ ശപിക്കാറില്ല. അല്ലാതാണ് ചെറിയ കുട്ടികളെ ശപിക്കാറില്ല. ഇന്ന് നമ്മളിന്റെ ശൈലി മാറി. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പ്രായമുള്ളൊരു ഉമ്മയും വാപ്പയും നിന്റെ അടുക്കലുണ്ട്, അവരെ നീ എന്ത് ചെയ്തു? നല്ല മാന്യമായിട്ട് അവരെ സൽക്കരിച്ചു, മാന്യമായിട്ട് അവരെ പരിഗണിച്ചു. എന്നാൽ സ്വർഗം നിനക്ക് നിർബന്ധമാണ്. സ്വർഗം നിർബന്ധമാണ്. നിസ്കാരം കുറച്ച് ഒഴിവാക്കിയില്ല, അതൊക്കെ അള്ളാഹ് അഡ്ജസ്റ്റ് ചെയ്തു. നോമ്പ് കിടക്ക് വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ അള്ളാഹ്ക്കൊക്കെ വിട്ടുപോയി ചെയ്യാൻ. പക്ഷേ മാതാപിതാക്കളുള്ള കടമയിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു വിട്ടുവീഴ്ച അള്ളാഹ് ചെയ്യില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ശാപം മാതാപിതാക്കളുടെ ശാപമാണ് സമൂഹത്തിനുള്ളത്. നിങ്ങൾ എവിടെ അന്വേഷിച്ചു, മാതാപിതാക്കളുടെ ആർക്കും പരിഗണനയില്ല. പരിഗണനയുള്ളവർക്കാണെങ്കിലോ നല്ല അനുഗ്രഹം അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹു അങ്ങനത്തെ മക്കളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളൊക്കെ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാനോടൊക്കെ സലാം കൊണ്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സലാം പറയണം, കയ്യൊക്കെ കടന്നതിനെ കുറിച്ച് മുട്ടണം, ഉമ്മാനും ഉപ്പാനൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണം. ആരെങ്കിലും പിടിക്കാറുണ്ടോ? പിടിക്കണം. ഇടക്ക് ഉമ്മാടെ അടുത്ത് പോയി കിടക്കണം. ഉമ്മാനെ എടുത്തുകൊണ്ട് പോയി കിടക്കണം. ഉമ്മാനൊക്കെ നമുക്ക് സോപ്പ് ഇടണം. നമ്മൾ പറയാം സോപ്പ് ഇടണം അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ പറയാം. ഉമ്മാനോട് എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഇളകി. ഇങ്ങനെ നമ്മുടെ മക്കൾ കാണണം. ഇങ്ങനെ നമ്മുടെ മക്കൾ കണ്ടാൽ നമ്മുടെ മക്കൾ നമ്മളോട് അങ്ങനെ പെരുമാറും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും എന്ത് ചെയ്യണം? വാപ്പ ഒന്നും ഒരുമിച്ച് ഇപ്പൊ നമ്മൾ കണ്ടിട്ട് നമ്മുടെ വാപ്പിയും ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കൊക്കെ ഭക്ഷണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനൊക്കെ ഒന്ന് ഭക്ഷണം വാരി കൊടുക്കുക എപ്പോഴാണ് അറിയുന്നത്? ഒന്നും നമ്മളെ ആക്സിഡന്റ് ആണ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ? അല്ലെങ്കിൽ വീണിട്ട് കൈ പോയാൽ വെറുതെ കൈകൊണ്ട് ചോറ് വാരി തരാൻ പറ്റുമെങ്കിൽ ഭാര്യ ചോറ് വാരി തരാം. അപ്പോഴല്ലേ കൈ മുറിണേനെ മുമ്പ് എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം ഷെയർ ചെയ്യണം. ചെയ്യാറുണ്ടോ? പടച്ചവനെ ചെയ്യാറുണ്ടോ? ആരൊന്നും മുൻഗണയില്ല. ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ചെയ്യണം. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും ഭക്ഷണം ഷെയർ ചെയ്യണം. മക്കളുടെ മുമ്പിൽ പോരുമ്പോ സലാം പറഞ്ഞ് കയ്യോ അസ്സലാമു അലൈക്കും എന്ന സ്ഥലം വരെ പോയി വരാം. ചില പേരെ പോയിട്ട് നമ്മള് പേരെ പോയി ബെല്ലടിച്ച് എവിടെ നമ്മുടെ മുസവാക്ക ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? പൂച്ചനെ തരുമ്പോൾ പെണ്ണുങ്ങൾ പറയാം അല്ലേ, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എവിടെ കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെക്കാണ് പോയിക്കാണോ? സംഭവം ആള് പെരുന്നകത്തിലുണ്ടാവും.
ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ജീവിതം ബർക്കത്തുണ്ടാവില്ല അല്ലേ? ഞാൻ വെറുതെ പറയുന്നത് അങ്ങനെ തന്നെ അല്ലേ? ഇനി നുണ പറയണമെങ്കിൽ വേണ്ടി എൻ്റെ ഭാര്യ നമ്പർ ഞങ്ങൾ വിളിച്ച് ചോദിച്ചോളി, ഞാൻ എവിടെയെന്ന് ചോദിച്ചോളി. എൻ്റെ ഭാര്യ കറക്റ്റായിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇന്നുണ്ട്, അവിടെ രക്ഷിതാക്കളെ യോഗ ഉണ്ട്. ഞാൻ രാവിലെ പറയുമ്പോൾ പറഞ്ഞു പോരണം, അല്ലാതെ ഞങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. 12 മണിയുടെ മുമ്പ് അല്ലെങ്കിൽ 1 മണിയുടെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഉത്സാഹം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല പറഞ്ഞത്. നോക്കണേ, നമ്മൾ പറയണം. ഇന്നത്തെ അവസ്ഥ അതങ്ങനെയല്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ നമുക്ക് കുറേ ആയത്തീസ് ഓടിയിട്ട് കാര്യമില്ല. ആയത്തീസ് ഓതാ അറിയാത്തതുകൊണ്ടല്ല, ഓദ്യം നമ്മളെ ഇതൊക്കെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാവണം. ഭാര്യ ഉമ്മമാരൊക്കെ നമ്മൾ ക്ലാസ്സിന് വേണ്ടി പോകുമ്പോൾ ഭർത്താക്കന്മാർ കുടിയുണ്ടാവും. പോരുമ്പോൾ ഒരു സലാം പറഞ്ഞു പോരണം, ചെല്ലുമ്പോൾ ഒരു സലാം പറയണം. സ്ത്രീകൾ കേൾക്കുന്നുണ്ടാവും, അവിടെ മൈക്കണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ. പോയിട്ടൊരു അസ്സലാമു അലൈക്കും ചാരി കസേരയിങ്ങനെ ഇരിക്കണ്ടല്ലേ? ഞായറാഴ്ചയല്ലേ? ക്ലാസ് പോയിക്കോ, അവിടെ ഉത്സവം എന്തൊക്കെ പറയും, നമുക്ക് പറ്റാത്തൊക്കെ ഉത്സവന്മാർ പറയും. അവിടെ ഇജ്ജോട് പോയിക്കൊണ്ട് ക്ലാസ്സിനകത്ത് പറഞ്ഞാൽ കേൾക്കാം. അപ്പൊ ചെല്ലുമ്പോൾ കസായമ കാലൊക്കെ വെച്ചിങ്ങനെ ഇരിക്കണ്ടാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചെല്ലുക. ശ്രദ്ധിച്ചു പറയണ്ട, ആദ്യം സലാം പറഞ്ഞാൽ കസായ മൂന്നരൊക്കെ ഒറ്റ മനസ്സിലേക്ക്. അപ്പൊ സലാം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് പോയിട്ട് സലാം പറയുന്നവരെ ആശുപത്രിയിൽ നമ്മളെ കൊണ്ടേ സാവധാനം പോയിട്ട് ഒന്ന് തലോടി എഴുത്തു കൂടെ ഒക്കെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും. എന്താ സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയാം. പ്രിയമുള്ളവർ, ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പള്ളിക്കത്തെ ഇമാം പള്ളിക്കത്തെ ഉസ്താദിനോട് പറയാനുള്ള വിഷയമല്ല. എല്ലാവരും പള്ളിക്കത്തെ ഉസ്താദിനെ കണ്ട അസ്സലാമു അലൈക്കും അതിന്റെ ആവശ്യമില്ല. പള്ളിക്കത്തെ ഉസ്താദിനോട് സലാം പറയേണ്ട ആവശ്യമില്ല. എപ്പോഴൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞേ ശരി, ഒരു വെള്ളിയാഴ്ച പറയാനൊക്കെ പറയും അല്ലേ? നമ്മൾ ആദ്യം സലാം പറഞ്ഞ് പഠിക്കുക. ആദ്യം നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ നമ്മൾ നല്ല പരിഗണനയാണ്. അതുപോലെ എൻ്റെ സഹോദരിമാര് നമ്മുടെ ഉമ്മാനും ഉപ്പാനും നല്ല പരിഗണിക്കണം. ഉമ്മാനിപ്പാനും മോശം അമ്മായിമാരെ എന്തായാലും പരിഗണിക്കണം. പുറമേ നമ്മളെ കല്യാണം കഴിച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു ഉപ്പയും ഉമ്മയുണ്ട്. എന്താ മോനെ, കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ട, ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കിട്ടോ. എന്താ പറഞ്ഞൊന്നുമില്ല, മിഠായി കണ്ടായിരുന്നു ബാഗിലില്ല. ഒക്കെ നമ്മുടെ കുട്ടികളെ മിഠായി ഉണ്ടാവണ്ടേ, ഞാൻ മേടിച്ചിട്ടാറുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ, സലാം പറയുന്നത് നമ്മൾ വ്യാപിപ്പിക്കണം എന്നാണ് ഇസ്ലാമിലെ. സലാമിനെ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കണം. ഉമ്മാടും ഉപ്പാടും സലാം പറയണം. അതുപോലെ ഉമ്മമാര് കല്യാണം കഴിഞ്ഞ് പോന്നാൽ പിന്നെ നമ്മുടെ ഭാഗത്ത് കഴിഞ്ഞ ഒരു ആങ്ങളാർക്ക് ഇടക്കിടക്ക് കുടിയിരിക്കലുണ്ട്, അത് ആവശ്യം അത് മാത്രം പറഞ്ഞാൽ പോലെ ഇടക്കൊക്കെ അവിടെ ചെല്ലാൻ ചെന്നിട്ട് എന്താ വിരുന്ന് പോകാൻ 4 ദിവസം നിൽക്കാൻ മാത്രം പോയാൽ പോലെ. ഇനി എന്ത് ചെയ്യണം, അവിടെ പോകണം, ഉമ്മാനോടും ഉപ്പാനോടൊക്കെ സലാം പറയണം, അവർക്ക് ചെറിയ ഹദിയ കൊടുക്കണം. ആയിരിക്കും നമ്മുടെ അമ്മായിമ്മ അമ്മേശാക്കി ഉമ്മമാരെയും പോലെ ഉമ്മയും വാപ്പിയും പോലെ ഉപ്പയും ഉമ്മയും വെറുതെ അവിടെ പോയിട്ട് ആങ്ങളാരെ കൂടെ പോയി നിൽക്കുക, 4 ദിവസം അവിടെ നിൽക്കുക, ഉള്ളതൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുക, അവസാനം അവിടെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റി അതൊക്കെ കഴിച്ചുകൊണ്ട് പോരുക. അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അതൊക്കെ നമുക്ക് അധികാരം, അതൊക്കെ ആങ്ങളാരെ കൊടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ ചെയ്യാം. പുറമെ നമ്മുടെ ഉമ്മാവും ഉപ്പാവും ഒരു എന്തെങ്കിലും ഒരു പൈസ അത് നമ്മളെ എത്ര കൊടുത്താലും ഒരു സന്തോഷകാരം ആണോ അല്ലേ? സന്തോഷകാരം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു മാഷാണ്, സൈദലി മാഷ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ റിട്ടയർമെൻ്റ് ആണ്. സംസ്കൃത കോളേജിൽ റിട്ടയർഡ് ആളാണ്. ഒരു 3 പെൺകുട്ടികളാണ്. അപ്പോൾ മൂപ്പര് നല്ല റിട്ടയർഡ് നല്ല ശമ്പളം മേടിക്കുന്ന ആളാണ് എപ്പോഴും. പക്ഷെ മൂപ്പര് മക്കൾ വന്നാൽ ഇപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. ഭയങ്കര സന്തോഷം. മൂപ്പര് സത്യം പറയാം, മൂപ്പർക്ക് പോലെ 500 രൂപ ആയിരിക്കും കിട്ടുന്നൊരു കാര്യമില്ല. കാരണം സംസ്കൃത കോളേജ് റിട്ടയർഡ് അധ്യാപകനാണ്. സമ്പത്തിന് യാതൊരു പ്രശ്നമില്ല. ഒരു 10-60 രൂപയോളം എന്ത് ചെയ്യേണ്ട റിട്ടയർമെന്റ് ശമ്പളം തന്നെ മേടിക്കുന്ന ആളാണ്. ഇവിടെ നമുക്ക് എന്നാൽ ഇത് ഭയങ്കര സംഭവമായിട്ട് മൊബൈൽ പറയും. അപ്പോഴാണ് ഞാൻ ഈ വിഷയം ആലോചിക്കുന്നത്. അതുവരെ ഞാൻ ഇതിനെപ്പറ്റിയാണ് ചിന്തിച്ചിരിക്കുന്നത്. അത് വലിയ മക്കൾ പേരപ്പലി പെൺകുട്ടികളെ കെട്ടിച്ചവര് നോക്കുകയാണെങ്കിൽ ആ ഒരു സന്തോഷം എപ്പാടിയും പാടിയും ഭയങ്കര സന്തോഷം. എൻ്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട. വെറുതെ അവിടെ പോയിട്ട് പട അവകാശം കൊണ്ട് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുക.
ചക്ക എടുത്തുകൊണ്ടുവരിക, അങ്ങനെ ആൽമറയിലെത്തൊക്കെ കണ്ട് ചക്ക എടുക്കുക. അധികാരം ഉണ്ട്, നമ്മളൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് അതിനെ കഴിവ് നൽകുമാറാവട്ടെ. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾ കാണും, അപ്പൊ ഈ മക്കളെ നമുക്ക് ഉപകരിക്കും. മക്കൾ ഉപകരിക്കുക എന്താ ഉസ്താദെ മാറുന്നത് തന്നെ അതിന് മാറണം. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന ഏറ്റവും വലിയ പ്രശ്നം അയൽവാസികളാണ് അല്ലേ? അയൽവാസികളോട് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എന്നെ കാണാൻ രസല്ലേ എന്ന് പറയാൻ കോലക്കടൊന്നുമില്ല അല്ലേ? നല്ല കോട്ട കെട്ടി തലകട്ട കെട്ടി കണ്ണടയൊക്കെ വെച്ച് താടി നല്ല രസമുള്ള ആളാണ് അല്ലേ? അപ്പൊ അങ്ങനെ രസമുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. രസമുണ്ടെന്ന് പറയേണ്ട ആരാ പറയണ്ടേ? എൻ്റെ അയൽവാസികൾ പറയണം. മുഫദ്ദിഷായ ഇബ്രാഹിം അൻവരി എന്ന് പറയുന്ന ആൾ പട്ടാമ്പിക്കാരൻ മഹാമോശ. അയാളെ കാണുമ്പോൾ എന്നല്ല, അയാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താ താമസിക്കുന്നത്. കഴിഞ്ഞു ഞാൻ എത്ര വലിയ മുഫദ്ദിഷായിട്ടും കാര്യമില്ല. അള്ളാഹുടെ മുമ്പിൽ സ്വർഗം പ്രതീക്ഷിക്കാൻ ഒരിക്കലും എനിക്ക് എന്തില്ല, അർഹതയില്ല. അതാണ് അയൽവാസികൾ. നാട്ടുകാരന്റെ മുമ്പിൽ മരുത്തൂര് പോയി നിന്നെ പറ്റിയ അയാളെ കാണുന്ന താടി തലകെട്ടേ ഉള്ളൂ. ആള് മഹാമോശം. മരുത്തുകാർ പറയാണ് ഇനി ഞാൻ എന്ത് പ്രസംഗിച്ചത് കാര്യമില്ല, കഴിഞ്ഞു, ഇതെല്ലാം അവിടെ കഴിഞ്ഞു. നിങ്ങളിങ്ങനെ പട്ടാമ്പി കൂടെ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു മുഫദ്ദിഷുണ്ട് ഇവിടെ വന്നിരുന്നു. എന്താ അയാളെ അവസ്ഥ? അയാൾ കോട്ടക്കെട്ടോ എന്നാ ഞാൻ രക്ഷപ്പെട്ടു. ഇന്റെ നാട്ടുകാരും ഇന്റെ അയൽവാസികളും ഇതിനെ പറ്റി മോശമാണ് പറഞ്ഞെങ്കിൽ ഇനിയിപ്പോ ഞാൻ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മളെ നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തട്ടെ. അത് വലിയ പ്രയാസം. നന്നാകാന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. ഒരു കള്ളുടിയതിനായെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ല. ഇന്നിങ്ങനെ പോകുമ്പോൾ കുറ്റി പുറത്തിറങ്ങിയിട്ട് ഒരു ബീവറേജിന് മുമ്പ് ഞാൻ പോയി വരിക്കുന്ന സംഭവം അവിടെ അവസാനിച്ചു. മുഫദ്ദിഷിന്റെ അവിടെ ബീവറേജിന് മുമ്പിൽ വരിക്കുന്നു കഴിഞ്ഞില്ലേ. പക്ഷെ ഞാനത് നല്ലവനാവണം എന്നുള്ളത് 100 ആൾ പറഞ്ഞാലും ആവില്ല. അതിന് ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ തന്നെ കൊണ്ടുവരണം. അത് എവിടെ കൊണ്ടുവരണം? എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം, എൻ്റെ അയൽവാസികളിൽ കൊണ്ടുവരണം, എൻ്റെ സഹോദരന്മാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ. ഞങ്ങൾ 11 മക്കളുണ്ട്. എൻ്റെ പെങ്ങന്മാർക്ക് എന്നെ പറ്റി നല്ലത് പറയണം. എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നെ പറ്റി നല്ലത് പറയണം. എൻ്റെ ജ്യേഷ്ഠന്മാരെ മുൻഗണനല്ല. എന്താ കാരണം? ഞാൻ പറയപ്പെട്ട മുമ്പത്തെ പ്രശ്നം എന്താ പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നു. എന്താണ്? കുടുംബക്കാരെ അവർ കൊണ്ടിട്ടില്ല. ഇവിടെ കണ്ടതൊക്കെ അറിയില്ല കേട്ടോ. ഇതൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പരസ്പരം ജ്യേഷ്ഠനും അഞ്ചനും പണ്ടമുണ്ട്. എന്താ കാരണം? ഇവിടുത്തെ വിജയനാരാ? സമ്പത്ത്, പൈസ ഒക്കെപ്പാടെ കൊണ്ടുപോകും. എന്നത് മരിച്ചിട്ട് ഒക്കെപ്പാടെ പൊതിയുമ്പോൾ ഈ പൈസ ഒക്കെപ്പാടെ കുട്ടിയാണ് പൊതിഞ്ഞാൽ കൊണ്ടുപോകാൻ വെച്ചാൽ കുഴപ്പമില്ല. എവിടെ ചെന്നാലും പ്രശ്നം പൈസ. സമ്പത്ത് ഒരു മധ്യസ്ഥയ്ക്ക് ഇരുന്നിട്ട് സംസാരിച്ച് ഒരാളോട് എന്തായാലും പൈസയുടെ കാര്യത്തിൽ സ്ഥലം ഒരു വിട്ടുവീഴ്ച, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. ആകെ വിട്ടുവീഴ്ച പൈസയുടെ കാര്യം തന്നെ. മനുഷ്യന്മാർക്ക് ആകെ ജീവിക്കുന്നത് പൈസ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം. ആരോട് ചോദിച്ചോ വേണി. ഇപ്പൊ നമുക്ക് എന്ത് തിരക്കേണ്ടി വരണെങ്കിൽ എന്താ തിരക്ക്? പൈസയുടെ കാര്യത്തിലൊക്കെ തിരക്ക്. എല്ലാവർക്കും തിരക്കാണ്. എന്നാൽ ഒരു തിരക്കില്ലാത്തൊരു സമയം വരാൻ പോണില്ലേ? ആരുമില്ല അവിടെ കടക്കണ്ടാവും. ആർക്കും വേണ്ട. മയ്യത്തിനൊക്കെ എപ്പോഴാണ് മാത്രമേ എല്ലാവർക്കും അറിയാൻ. എല്ലാവർക്കും അപ്പോഴും തിരക്ക് തന്നെ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? മക്കൾക്ക്